നമ്മള് വിട്, ഞാനും നീ, നമ്മൾ രണ്ടുപേരെടുക്കാം. ഫാമിലി വേറെ ആൾക്കാർ. യു നോ ഹൗ മച്ച് ഐ ലവ് ബേബി ആൻഡ് ഐ നോ ഹൗ മച്ച് യു ലവ് ഹിം. അതാണ് നമ്മൾ എടുത്ത് മനസ്സിലായ, അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തതിന്റെ റീസൺ. ബിക്കോസ് വി നോ ഈച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞവർക്ക് ഒരിക്കലും പറ്റൂല. ബിക്കോസ് തന്നെ ബഷീർ ഫാമിലി വ്ളോഗ്സ് മിക്കവാറും എല്ലാവർക്കും അറിയാം. ബഷീറും ഭാര്യയായിട്ടുള്ള സുഹാനയും മഷൂറയും മക്കളുമൊക്കെ അടങ്ങിയിട്ടുള്ള ഈ കുടുംബം അവരുടെ ഫാമിലി വ്ളോഗ് ചാനലിലൂടെ വളരെ സന്തോഷമായിട്ടാണ് വീഡിയോസൊക്കെ പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ രണ്ട് ഭാര്യമാരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകണമെങ്കിൽ അത് ചില്ലറ പാടൊന്നുമില്ല, അത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ചാനലുണ്ട്. അപ്പോൾ അതുവഴിയാണ് അവർ സാധാരണ അവരുടെ ഫാമിലി വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് സാധാരണ ഉണ്ടാകാറുള്ളത് പോലെ വിവാദങ്ങളും ഉണ്ടാവാറുണ്ട്. ഇവരുടെ വീഡിയോസിന് താഴെ പല നെഗറ്റീവ് കമൻസും വരാറുണ്ട്. അപ്പോൾ അടുത്തിടെ ഈ നെഗറ്റീവ് കമൻസിന് എതിരെ ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ, ഷി നെവർ സേ നോ ടു മീ. ഇപ്പൊ ടൈം എത്ര ആയോ? 1 മണി. ഒച്ചപ്പാതിര. ഷി വാസ് സ്ലീപ്പിംഗ്. ജസ്റ്റ് ഒന്ന് മുഖം കഴുകാൻ വാഷ്റൂം പോവാൻ വേണ്ടി എണീക്കാൻ പോയത്. ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹർ, നമുക്കൊരു വീഡിയോ എടുത്താളാ. അപ്പൊ തന്നെ പാവ നൈറ്റ് ഒക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് ലവ് യു. പിന്നെ നിങ്ങൾക്കറിയാലോ സ്വാനത്തിനെ പറ്റി ഞാൻ പൊക്കി പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അറിയാത്ത എന്നെ മാത്രം. അപ്പോൾ എത്രയധികം ഫാൻസ് ഉണ്ടോ അതുപോലെ തന്നെ കമൻസും നെഗറ്റീവായിട്ടുള്ളതും അതുപോലെ പോസിറ്റീവ് കമൻസും വിവാദങ്ങളും ഒക്കെ അതിൻ്റെ കൂടെ സാധാരണ ഉണ്ടാകാറുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് കമൻസിന് എതിരെയാണ് ഇവർ രണ്ടുപേരും പ്രതികരിക്കുന്നത്. അപ്പോൾ വീഡിയോ വന്നിട്ട് സുഹാനയുടെ ചാനലിലാണ് ഇവർ ഒരുമിച്ചിട്ട് മഷൂറയും സുഹാനയും രണ്ടുപേരും കൂടെ വന്നിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഇങ്ങനെ ഇന്ന് രാവിലെ നേരത്തെ റെഡി ആയിരുന്നു. നമ്മൾ കുറച്ച് ടൈം എടുത്തു, എപ്പോഴും ഫുഡൊക്കെ കൊടുത്ത് റെഡി ആവാൻ ടൈം എടുത്തു. അപ്പൊ സോനു വെറുതെ ഒന്ന് കമന്റ് സെക്ഷനിൽ ഇരുന്നാണ്. യൂഷ്വലി ഡോണ്ട് ഗെറ്റ് ടൈം നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇന്ന് സോനു നേരത്തെ റെഡിയായി, അതാണ് ടൈം കിട്ടിയത്. നമ്മള് കുറച്ച് ലാഗ് ആയിരുന്നു. അപ്പൊ സോനു ഒന്ന് വെറുതെ ഇരുന്നതാ. അതിലിപ്പോ എന്റെ ക്ലിപ്സിനെ പറ്റി പറഞ്ഞത് സോണിനെ കണ്ടിട്ട് ഇവർക്ക് ഇതായിരുന്നു എബ്രോന്റെ സ്ക്രീൻ ടൈമും കൂടെ തന്നെ നിന്റെ ക്ലിപ്പിംഗ് ഇതുപോലെ കുഞ്ഞ ക്ലിപ്സ് വെക്കണം നമ്മുടെ സ്റ്റൈല്. എനിക്കത് കണ്ടിട്ട് ഏത് യുഗത്തിലുള്ള ആൾക്കാരാണെന്നുള്ളത് സാധാരണ സ്ത്രീകളുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ പങ്കുവെക്കുവാനായിട്ട് ആരും നിന്ന് കൊടുക്കാറില്ല. എന്തിന് സ്വന്തം ഭർത്താവ് വേറെ ഒരു സ്ത്രീയെ നോക്കിയാൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് സാധാരണ ഇവിടുത്തെ സ്ത്രീകളൊക്കെ. അപ്പോൾ അതിനിടയിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെയധികം അതിശയമുള്ള കാര്യമാണ്. എന്തായാലും ഇവർക്ക് ബാക്കി പറയാനുള്ളത് എന്താണെന്ന് കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. ഒരാൾ കോമൺ സെൻസോടെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അതന്നെ ഇവനെ എന്താ ഹോസ്പിറ്റലിൽ എബ്രൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും മേക്കപ്പ് ചെയ്ത് പോയെന്നാ. പിന്നെ ക്ലിപ്പൊക്കെ കുത്തി, അത് കുഞ്ഞു പിള്ളേരെ ക്ലിപ്പ് കുത്തി. നിങ്ങളെ ആക്ച്വലി ഈ നമ്മ സമയം മാറുന്നത് അറിയണില്ലെന്നാണ് ഞാൻ വിചാരിക്കണത്. ഇപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അതിന്റെ കമന്റിന് അപ്പൊ തന്നെ റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഞാൻ പോയില്ല. എന്താ വെച്ചാൽ എനിക്ക് താല്പര്യമില്ല അവിടെ എന്റെ ഒരു ആശ്വാസത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. എന്ന് വെച്ചാൽ എന്തും കണ്ടും കേട്ടും നമുക്ക് പിള്ളേരെ പറയണത് എനിക്ക് ഇവരെ പറഞ്ഞല്ലോ പിള്ളേരെ ഗുണത്തിൽ. ഇവരുടെ മിക്കവാറും എല്ലാ വീഡിയോസിലും തന്നെ നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. ധാരാളം പേര് ഈ വീഡിയോസൊക്കെ ഇരുന്ന് കാണുന്നത് അവിടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കമൻസ് ഇടാൻ സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ധാരാളം പേര് ഇതൊക്കെ വന്ന് കാണുന്നതും. ചിലരുടെയൊക്കെ കമൻസ് കണ്ടാൽ ഇവരെ മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടിയിട്ട് കമൻസ് ഇട്ടതുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും മക്കളുടെ എതിരെയും കമൻസും മക്കൾക്കെതിരെയും കുറ്റങ്ങളും ഒക്കെ വരുന്ന കമൻസും, അപ്പോൾ ആ കൊച്ചു മക്കളെ പോലും ഇവർ വെറുതെ വിടുന്നില്ല. വലിയവരുടെ കാര്യത്തിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എന്തിനാണ് കമൻസിലൊക്കെ വലിച്ചിഴയ്ക്കുന്നത് എന്നുള്ളതും അത് വളരെ
മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെയാണ് ഇവർ ഇടുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ എന്താണെന്നുള്ളത് കണ്ടിട്ട് തിരിച്ചു വരാം. ഒരാളെ ഒന്നും പറയാൻ പറഞ്ഞാലും സ്വന്തക്കാരാണെങ്കിൽ പോലും ഞാൻ സമ്മതിച്ചു കൊടുക്കൂല, ഒന്നും സമ്മതിച്ചു കൊടുക്കൂല. അപ്പൊ ഇതുപോലെ ഞാൻ കണ്ടത് എന്റെ അബദ്ധം. ഫാമിലിനെ തന്നെ വിടാറില്ല വീടോ ചില കുടുംബങ്ങളിലെങ്കിലും ആദ്യത്തെ ഭാര്യയുടെ സമ്മതത്തോടു കൂടി തന്നെ ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിക്കുന്ന ഒരു പതിവ് ഇസ്ലാം മതത്തിൽ ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് സുഹാനയെ കുറിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. സുഹാനയുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ധാരാളം സപ്പോർട്ട് ചെയ്യാനും അതിൽ ആളുകളുണ്ട്. അപ്പൊ ഇതായിരുന്നു അതില് പിന്നെ സ്ക്രീനിങ് ടൈമും കാര്യം പറഞ്ഞു. ഏത് എബ്രുവിന്റെ സ്ക്രീനിങ് ടൈമും വിട്ടോ, നിങ്ങൾ പിള്ളേരുടെ കാര്യം നോക്കിക്കോ, അവരുടെ കാര്യമൊക്കെ വിട്ടോ, എനിക്കറിയാം നോക്കാൻ. ഞാൻ സോനുണ്ട് ആക്ച്വലി നിങ്ങൾക്ക് പേടിച്ചിട്ടൊന്നും ഞാൻ ഫോൺ മാറ്റി വെക്കാനോ നിൽക്കാനോ അവന്റെ ഫുഡ് ടൈമിങ്സോ മാറ്റി വെക്കാനോ അവരെങ്ങനെ നോക്കണം അവൻ എപ്പോ സ്ക്രീൻ കൊടുക്കണം അതൊക്കെ ഞാൻ സോനു ബേബി നോക്കിക്കോളാം. നിങ്ങള് വേണ്ട, അത് വിട്ടോ. പിള്ളേരെ നന്നായിട്ട് പാരന്റിങ് ചെയ്തു. നമ്മൾ രണ്ടുപേരെടുക്കാം, ഫാമിലി വേറെ ആൾക്കാർ. യു നോ how much I love baby and I know how much you love him. അതാണ് നമ്മൾ എടുത്ത് മനസ്സിലായ, അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തതിന്റെ റീസൺ. ബിക്കോസ് വി നോ ഈച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞവർക്ക് ഒരിക്കലും പറ്റൂല. ബിഗ് ബോസിൽ തന്നെ ആർക്കും പറ്റൂല. എന്നിട്ടാണ് അതന്നെ എത്ര എന്താ വെച്ചാല് നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നെങ്കിൽ നമ്മൾ തമ്മിൽ ബോണ്ട് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അവള് പറയട്ടെ, എന്റെ ശല്യല്ലേ ഞാൻ തുടങ്ങിക്കോളാം. ഇങ്ങനെ നമുക്ക് നല്ല പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് ചിരിച്ചു എന്നിട്ട് ഫാമിലിനെ ഭയങ്കര മിസ്സൊക്കെ ചെയ്യുമ്പോ പറയും എന്താ ഞാൻ കെട്ടിപ്പിടിക്കാമോ. അല്ല അങ്ങനെ പറ്റൂല കൈസ്, അഭിനയിക്കാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ നമ്മ ബിഗ് ബോസ് അഭിനയം വിചാരിച്ചോ, അഭിനയിക്കണമെങ്കിൽ പൊളിഞ്ഞോട്ടെ, ഓക്കെ അല്ലേ? ഏതെങ്കിലും ഒരു ദിവസം പൊളിഞ്ഞോട്ടെ അഭിനയിക്കണമെങ്കിൽ. അതല്ലേ പറയാം, അഭിനയിക്കണമെങ്കിൽ പൊളിയാട്ടെ, കുഴപ്പമില്ല. പക്ഷെ അഭിനയിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ചാല് സുഹാനയാകാനായിട്ട് സുഹാനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ അവരുടെ ത്യാഗം കാരണം, ഒരു മക്കളെ ഓർത്തിട്ടുള്ള ത്യാഗമായിരിക്കാം അത്. അതുകൊണ്ടായിരിക്കാം ഈ കുടുംബം സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനുള്ള കാരണം. മറ്റേത് സ്ത്രീകളാണെങ്കിലും ഈ സ്ഥാനത്ത് തീർച്ചയായിട്ടും ഡിവോഴ്സിൽ കൊണ്ട് എത്തിക്കും, ഇല്ലെങ്കിൽ അത് ഒരു വലിയ പ്രശ്നത്തിലെ കലാശിക്കുകയുള്ളൂ എന്നാണ് മിക്കവാറും സ്ത്രീകളുടെ അഭിപ്രായം. അതുപോലെ ഇവിടെ ഈ രണ്ടുപേരും വളരെ ഒത്തൊരുമയോടെയും ഐക്യത്തോടെയും മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയണല്ല, വിട്ടേക്ക് പിള്ളേരെല്ലാരും വിട്ടേക്ക്. നമ്മള് എന്തെങ്കിലും പറഞ്ഞു, പിന്നെ മനുഷ്യനെ പറഞ്ഞ ഞാൻ എന്തെങ്കിലും ഇടക്കൊക്കെ പറഞ്ഞു, മൈൻഡ് ആക്കണ്ട. നല്ലവരായ ആൾക്കാരോടല്ലേ പറയാം. നല്ല വാക്കിൽ പറയാനാണ്, നന്നായി കൂടെ. എന്തിനാണ് ജലസ് ഒക്കെ എല്ലാരോടും ഞാൻ പറയണേ, എന്തായാലും നിങ്ങൾ പറഞ്ഞതൊന്നും നമുക്ക് ഏക്കൂല. അത് ഫസ്റ്റ് തിങ്, പ്രൈമറി തിങ് എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞൊന്നും ഏക്കൂല. ഈ 7 years ആയിട്ട് ഏറ്റിട്ടില്ല, ഇനിയും ഏക്കാൻ പോണില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണേ, ടൈം വേസ്റ്റ് ആക്കണേ? വീഡിയോസ് കണ്ടിട്ട് എൻജോയ് ആകും, കാണണ്ടേ? അൺസബ്സ്ക്രൈബ്. പിന്നെ ഇതൊക്കെ അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടം, അവരുടെ തീരുമാനം. അപ്പോൾ പുറത്തുനിന്ന് മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയാനായിട്ട് യാതൊരു അവകാശവും ഇല്ലെങ്കിലും ഇതിൽ പല ഫാമിലി വ്ളോഗേഴ്സും പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങളായാലും എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു അതൊക്കെ വീഡിയോസ് വഴി പബ്ലിക്കായിട്ട് അവർ കൊണ്ട് അവരുടെ ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത പല കമൻസും പല പ്രശ്നങ്ങളും ക്ഷണിച്ചു വരുത്തുവാനായിട്ട് ഇത് ഇട ഉണ്ടാക്കുന്നത്. പറയാവുന്ന കാര്യങ്ങൾ മാത്രം പുറത്ത് സൊസൈറ്റിയിൽ ഷെയർ ചെയ്യുക, രഹസ്യമാക്കി വെക്കേണ്ടതും സീക്രട്ടായിട്ട് വെക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ അത് രഹസ്യമായിട്ട് തന്നെ വെക്കുക. അതിന് പകരം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്തിട്ട് മോശപ്പെട്ട കമൻസ് വരുമ്പോഴേക്കും അതിൽ വിഷമിക്കുകയും നല്ല കമൻസ് വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ പല വീഡിയോസ് കാണുമ്പോഴേക്കും ജനങ്ങൾ പല രീതിയിലുള്ള കമൻസ് ആയിരിക്കും. എല്ലാവരും ഒരു കാര്യത്തെ ഒരുപോലെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. ഓരോരോ വിഷയങ്ങളെ അവർ പല പല രീതിയിലായിരിക്കും നോക്കി കാണുന്നത്. അപ്പോൾ ഇങ്ങനെ
വീഡിയോസ് ഇടുമ്പോൾ തന്നെ അത് ഒരുപാട് തവണ ആലോചിച്ചിട്ട് മാത്രമേ ഈ പല വീഡിയോസും പബ്ലിക്കിൽ ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഇതുപോലെ ഷെയർ ചെയ്തിട്ട് പിന്നെ കിടന്ന് പ്രശ്നങ്ങൾ കാരണം പൊറുതി മുട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ മുമ്പോട്ട് പോവുക. പിന്നെ ചിലർക്കാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ കമൻസിൽ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞാലും അതവർ കൂട്ടാക്കുകയില്ല. അങ്ങനെ അവർക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഒരു മനസ്സിന് ഒരു പ്രയാസമോ ഒക്കെ തോന്നാത്ത ബോൾഡായിട്ടുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ അവരെന്തും ഷെയർ ചെയ്യും, അതെന്തും നേരിടാനായിട്ട് തയ്യാറായിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ ഇതിലൊരു പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ അല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് കമൻസൊക്കെ കാണുമ്പോഴേക്കും അപ്സെറ്റ് ആവുകയും തീർച്ചയായിട്ടും നെഗറ്റീവ് കമൻസ് വരാത്ത ഒരു യൂട്യൂബറും ഉണ്ടാവില്ല യൂട്യൂബിൽ. അപ്പോൾ ഇതൊക്കെ വളരെ ആലോചിച്ചിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കും ഇത് വളരെ റെയറായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെ കുറിച്ചിട്ട് എന്ത് തന്നെയായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം.